രണ്ട് കാര്യങ്ങൾ നമ്മളിതിൽ ശ്രദ്ധിക്കണം. ഒന്ന്, എനിക്ക് സൂംബ ഡാൻസ് ഇഷ്ടമാണ്, ഞാൻ സൂംബ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെക്കാൾ ഒരു മുതിർന്ന തലമുറയ്ക്ക്, നമ്മളെക്കാൾ പ്രായമുള്ള തലമുറയ്ക്ക് അവരുടേതായ ഇൻഹിബിഷൻസോ അവരുടേതായ ആശങ്കകൾ ഈ വിഷയത്തിൽ ഉണ്ടാകും. അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും അങ്ങനെയല്ല, ഇഷ്ടമുള്ള വസ്ത്രധാരണമാകാം തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് വരണം. ഞാനിത് പറഞ്ഞ ശ്രീ നാസർ ഫൈസി കൂടത്തായോട് വ്യക്തിപരമായി സംസാരിച്ചിരുന്നു, MSFന്റെ നവാസിനോട് സംസാരിച്ചിരുന്നു, ഞാൻ അബ്ദുൽ സമദ് പുകട്ടൂർ സാറിനെ വിളിച്ചിരുന്നു, അദ്ദേഹത്തെ ലഭിച്ചിരുന്നില്ല. ചെറുപ്പക്കാരനാണ്, അവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ കഷ്ടമല്ലേ? ഇപ്പൊ പ്രായമായവരൊക്കെ, അതായത് ഈ തലമുറയെ, നമ്മുടെ മുതിർന്ന തലമുറയെ വിശ്വാസത്തിലെടുക്കുക. നമ്മുടെ എല്ലാം വീട്ടിൽ നമ്മുടെ തന്നെ ജ്യേഷ്ഠ സഹോദരന്മാരും അമ്മാവന്മാരും അങ്ങനെ പല ആൾക്കാരും ഇല്ലേ, അവർക്കൊക്കെ ഇത്തരം കാര്യങ്ങളിൽ സന്ദേഹങ്ങൾ ഉണ്ടാകാറില്ലേ? അപ്പൊ അവരെ പറഞ്ഞ് വിശ്വാസത്തിലെടുക്കുകയും സൂംബ നല്ലതാണ്, ആർട്ടിസ്റ്റിക് ആണ്, എക്സസൈസ് ആണ്, സ്ട്രെസ് റിലീഫ് ആണ് എന്ന് പോയിന്റ് ഔട്ട് ചെയ്യുകയും, എന്നാൽ അതോടൊപ്പം നല്ല വസ്ത്രങ്ങൾ, ഇപ്പം ബെസ്റ്റ് ജേർണി എന്നാണ് ഇത് വന്നത്, അപ്പൊ അവരിടുന്ന ഡ്രസ്സ് തന്നെ നമ്മൾ ഇടണമെന്നില്ല. പലപ്പോഴും വളരെ ഷോർട്ട് ഡ്രസ്സോ അല്ലെങ്കിൽ എക്സ്പോസിംഗ് ഡ്രസ്സോ വളരെ ഇറുകിയ ഡ്രസ്സോ ഒക്കെയാണ് അവർ പലപ്പോഴും ഇടുന്നത്. നമ്മുടെ കുട്ടികൾ അതൊന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും മുതിർന്നൊരു തലമുറയ്ക്ക് സന്ദേഹങ്ങൾ ഉണ്ടെങ്കിൽ അവരെ വിശ്വാസത്തിലെടുത്ത് മുമ്പോട്ട് പോകേണ്ടതിന് പകരം അവർ മോശക്കാരാണെന്നും പിന്തിരിപ്പന്മാരാണെന്നും ബ്രാൻഡ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അപ്പൊ ഇവരെ വിശ്വാസത്തിലെടുക്കുക, അത് നല്ലതാണ്. ലഹരി വർദ്ധിച്ചു വരുന്നു, നമ്മുടെ കുട്ടികൾക്ക് ഒരു സ്ട്രെസ് റിലീഫ് വേണം, അവരുടെ എനർജി ചാനലൈസ് ചെയ്യണം. ഇങ്ങനെ ഒരു നെറേറ്റീവ് അല്ലേ നമ്മളോട് ഒരു പറയേണ്ടത്? നമ്മുടെ തന്നെ വീട്ടിലെ ഒരു വളരെ മുതിർന്ന അമ്മാവനോ അച്ഛനോ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരനോ ഇതിനോട് എതിർപ്പ് പറഞ്ഞാൽ നിങ്ങളൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടാണ്, ഞാനൊക്കെ 21ാം നൂറ്റാണ്ടാണെന്നാണോ നമ്മൾ പറയുക? അപ്പോൾ നമ്മുടെ ഈ ആദരണീയരായ മതപണ്ഡിതർ, വിശ്വാസത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവർ, അവരെ വിശ്വാസത്തിലെടുക്കാൻ ഇനിയുള്ളൊരു തലമുറയ്ക്ക് കഴിയണം. ആ രീതിയിലുള്ളൊരു സമീപനമല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? ശരി, ഇപ്പോ ഈ പറയുന്ന പോലെ ഒരു ഏകപക്ഷീയമായ ഒരു തീരുമാനമൊന്നും അല്ലല്ലോ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. സൂംബ ഒരു ഭാഗമായി കൊണ്ടുവരികയാണെങ്കിൽ അത് നല്ലതല്ലേ? അത് ഈ പറഞ്ഞ പോലെ ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാം, 100%. കാര്യം പലരും ഇത് മറച്ചു വെച്ചേ പറയൂ. നമ്മുടെ വിശിഷ്യ മുസ്ലിം സഹോദര സംഘടനകൾക്കും നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ കുറച്ച് മുതിർന്ന ആൾക്കാർക്കും ഇതൊരു ലൈംഗികപരമായ അല്ലെങ്കിൽ എന്താ പറയണേ, പരസ്പരം സ്ത്രീ പുരുഷന്മാർ, ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ആകർഷണം ഉണ്ടാകുന്നതും ലൈംഗികോദ്ദീപകമാകും, സെക്ഷുവലി ടിറ്റിലേറ്റിംഗ് ആകുമോ എന്നുള്ളതാണ് ഉള്ളിന്റെ ഉള്ളിലെ ഭയം. അവർ വെളിയിൽ പല മറ്റു കാര്യങ്ങളും പറയുന്നെങ്കിൽ ഇതാണ് ഉള്ളിന്റെ ഉള്ളിലെ ഭയമായിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയല്ലെന്നും അതിന് മിതത്വവും മര്യാദയും ഉണ്ടാകുമെന്നും പറഞ്ഞ് അവരെ വിശ്വാസത്തിലെടുക്കുക. ഇത് നമ്മൾ മറച്ചു വെച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അവരുടെ ആശങ്കകൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഒരു തലമുറയെ സൂംബ നല്ലതാണ്, ഞാൻ ചെയ്തിട്ടുണ്ട്, എന്റെ വൈഫ് ദീപ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം മുതിർന്നൊരു തലമുറയെ വിശ്വാസത്തിലെടുക്കുക, ഇത് നല്ലൊരു കാര്യമാണ്. എക്സസൈസ് ഒക്കെ വളരെ നല്ലതാണ്. എന്നാൽ ഇതിനോട് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവരെ കൂടെ വിശ്വാസത്തിലെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സമീപനം എടുക്കണമെന്ന് മാത്രമാണ് അഭ്യർത്ഥന. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.